യോഗനാഥം എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിൻ്റെ ഔദ്യോഗിക മുഖപത്രമാണ്. ഇത് 1904 മഹാകവി കുമാരനാശാൻ ആരംഭിച്ച വിവേകോദയം മാസികയുടെ തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിച്ചു പോരുന്നതാണ്. യോഗത്തിൻ്റെ മുഖപത്രമാണെങ്കിൽ ഇപ്പോഴത് പ്രവർത്തിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖപത്രമായിട്ടാണ്. അതിൽ അദ്ദേഹം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിജ്ഞാനപ്രദമായ അതുപോലെ തന്നെ വളരെ അനാലിറ്റിക്കലായിട്ടുള്ള ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള എല്ലാവരും അത് വായിച്ചിരിക്കേണ്ട ഒന്നാണ്. ആ പ്രസിദ്ധീകരണത്തിൻ്റെ മുഖപ്രസംഗമാണെന്നാണ് വയ്പ്. ഈ യോഗനാഥം അല്ലറ ചില്ലറ കോപ്പിയൊക്കെ വിൽക്കുന്നുള്ളൂവെങ്കിലും കേരളകൗമുദി പത്രം അത് പുനഃപ്രസിദ്ധീകരിച്ച് അത്യാവശ്യം പ്രചാരം അതിന് കൊടുത്തിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖപ്രസംഗത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് CPMൻ്റെ നേതൃത്വത്തിലൂടെ LDF പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദി ഒരു കാരണവശാലും നമ്മുടെ പിണറായി വിജയൻ അല്ല. പരാജയത്തിൻ്റെ കാരണങ്ങൾ അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. അദ്ദേഹത്തിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാവരും കൂടെ ഈ പരാജയത്തിന് കാരണഭൂതരായ ആളുകളെല്ലാവരും കൂടെ ചേർന്ന് അതിൻ്റെ വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഈ വളരെ നിഷ്കളങ്കനായ പിണറായിയുടെ പുറത്ത് ചാർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ചുമലിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് വെള്ളാപ്പള്ളി നടേശ ഗുരുവിൻ്റെ യോഗനാഥം മുഖപ്രസംഗത്തിൻ്റെ കേന്ദ്ര ബിന്ദു. അതിൽ അദ്ദേഹം CPIക്കിട്ട് ഭേഷേ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് ഈ കഴിഞ്ഞ 5 വർഷം, ആദ്യത്തെ 5 വർഷം അദ്ദേഹം വേണ്ട പോലെ പരാമർശിക്കുന്നില്ല. രണ്ടാമത്തെ 5 വർഷം അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചത്. അന്ന് CPI സൃഷ്ടിച്ച ചില പ്രശ്നങ്ങൾ മുന്നണിയുടെ ശോഭ വല്ലാതെ കെടുത്തിയിട്ടുണ്ട്. അവർ കൈകാര്യം ചെയ്ത വകുപ്പുകളൊക്കെ വളരെ മോശമായിരുന്നു. അതൊക്കെ വൻ പരാജയമായിരുന്നു. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ്, അതുപോലെ സിവിൽ സപ്ലൈസ് വകുപ്പ്, ഇത് 2 എണ്ണം ഇത് തീർത്തും പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? CPMൻ്റെ മന്ത്രിമാർ കൈകാര്യം ചെയ്ത വകുപ്പുകൾ, നമ്മുടെ ധനവകുപ്പ് ഉൾപ്പെടെ. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ധനവകുപ്പിലെ ഖജനാവ് അങ്ങനെ നിറഞ്ഞൊഴുകുകയായിരുന്നല്ലോ. അങ്ങനെയുള്ള ധനവകുപ്പ് ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും വളരെ മനോഹരമായിട്ട് വളരെ തൃപ്തികരമായിട്ട് പ്രവർത്തിച്ചപ്പോൾ ഈ 2 വകുപ്പുകൾ, സിവിൽ സപ്ലൈസ്, റവന്യൂ വകുപ്പ്, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം വലിയ പേരുദോഷമൊന്നും കേൾപ്പിക്കാത്ത 2 വകുപ്പുകളാണ്. CPIയുടെ മന്ത്രിമാരാതെ ഭരിച്ചിരുന്നത്. ഇത് രണ്ടും വലിയ പരാജയമായിരുന്നു എന്നാണ്. ഈ വകുപ്പുകളിലൊക്കെ കയറി കൂടിയ നവ കമ്മ്യൂണിസ്റ്റുകൾ ആ വകുപ്പുകളിൽ അഴിമതി വാഴ്ച നടത്തുകയായിരുന്നു എന്നാണ് രാഷ്ട്രീയ വിശകലന വിശാരദനായ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത്. വേറെയും ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ CPI ഉണ്ടാക്കിയ കൊസ്രാക്കൊള്ളികളാണ്, കുത്തിത്തിരിപ്പുകളാണ്. രണ്ടാമതും ഭരണം കിട്ടിയപ്പോൾ CPMൻ്റെയൊക്കെ പല നേതാക്കൾ, ഒരു നല്ല വിഭാഗം നേതാക്കൾ അധികാര ലഹരിയിൽ ആയിപ്പോയി. അവർ ജനങ്ങളെ മറന്നു, ജനകീയ പ്രശ്നങ്ങളെ മറന്നു. അതിലൊന്നും സൃഷ്ടിക്കാതെ അധികാര ലഹരി നുകരുന്ന ഈ തിരക്കിനിടയിൽ മേൽത്തട്ട് മുതൽ താഴെ തട്ട് വരെ വലിയ തോതിൽ തെറ്റായ പല കാര്യങ്ങളും അരങ്ങേറി. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണമായി മാറി. അതായത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മേലെ തട്ട് മുതൽ താഴെ തട്ട് വരെ ഇത്തരത്തിലുള്ള കൊള്ളരായ്മകൾ അരങ്ങേറിയെന്ന്. അപ്പോൾ ഇതിലൊന്നും നമ്മുടെ പിണറായി വിജയന് യാതൊരു പങ്കുമില്ല. പാർട്ടിയുടെ മേലെ തട്ട് മുതലൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും പിണറായി വിജയൻ അറിഞ്ഞിട്ട് തന്നെയില്ല. പിന്നെ ജനപ്രിയരല്ലാത്ത ധാരാളം സ്ഥാനാർത്ഥികൾ വന്നു. അത് LDFൻ്റെ പരാജയത്തിന് ഒരു കാരണമായി മാറി. അതുപോലെ തന്നെ ഈ ഭരണത്തിൽ സ്വാധീനം ഉറപ്പിച്ച പുത്തൻകൂറ്റ് കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ ലാഭേച്ഛ, അവരുടെ തമ്പ്രാൻ മനോഭാവം, ഇതൊക്കെ LDFനെ ബാധിച്ചു. ഈ CPIയുടെ വകുപ്പുകളുടെ ഭരണത്തെ പറ്റിയൊക്കെ പറയുമ്പോഴും ഈ നവ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നുണ്ട്. പിന്നീട് പൊതുവെ പറയുമ്പോഴും ഈ പുത്തൻകൂറ്റ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അടുത്ത വാചകങ്ങളിൽ ഇത് അല്പമൊക്കെ വിശദീകരിക്കപ്പെടുന്നുമുണ്ട്. വിദ്യാർത്ഥി നേതാക്കൾ മുതൽ ബ്രാഞ്ച്, ലോക്കൽ ഏരിയ കമ്മിറ്റി നേതാക്കൾ, ഇവർക്കെല്ലാവർക്കും അധികാരക്കൊതിയും സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചുള്ള ചിന്തയുമായിരുന്നു. ഇവരുടെ ഭാഷ, ഇവരുടെ പെരുമാറ്റം അങ്ങേയറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നു. അവരൊക്കെ ജനങ്ങളിൽ നിന്ന് വല്ലാതെ അങ്ങ് അകന്നുപോയി. സാധാരണക്കാരായ ഏതൊരാൾക്കും കയറി ചെല്ലാമായിരുന്ന പാർട്ടി ഓഫീസുകൾ
ദല്ലാളന്മാരുടെയും ഇടനിലക്കാരുടെയും അധികാര കച്ചവടക്കാരുടെയും കേന്ദ്രമായിട്ട് മാറി. അധികാര ലഹരിയിൽ പാർട്ടി നേതാക്കൾ ജനങ്ങളിൽ നിന്ന് വളരെ വളരെ അകന്നുപോയി. ഇതൊന്നും പോരാഞ്ഞ് പാർട്ടിയുടെ വോട്ട് ബാങ്കുകളായ സമുദായങ്ങളെ മറന്നുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ പോയി. പിന്നീട് നടേശൻ മുതലാളി വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയൻ്റെ ഓഫീസിന് നേരെയാണ്. അവിടെ പി ശശിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ഈ ഓഫീസ് നിയന്ത്രിച്ചിരുന്നത്. അവരൊക്കെ ഒരു ഉപജാപക വൃന്ദമായിട്ടാണ് പ്രവർത്തിച്ചത്. നമ്മുടെ മുഖ്യമന്ത്രി അറിയാതെ ഇവർ പല പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയെന്ന് നടേശൻ മുതലാളി പറയുന്നുണ്ട്. അതായത് ഈ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ചാണ് എന്ന് അത് വായിച്ചു വരുമ്പോൾ മനസ്സിലാകും. അതോ ഇനി പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചാണോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഈ സെക്രട്ടറിയും കേരളത്തിലെ വിഴുങ്ങുന്ന പലിശ രാജാക്കന്മാരിൽ ഒരാളും കൂടെ ചേർന്ന് എല്ലാം കുട്ടിച്ചോറാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പലിശ രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിന് പഴശ്ശിരാജ എന്നല്ല പലിശ രാജാവ് എന്നാണ് പേര് കൊടുക്കേണ്ടിയിരുന്നതെന്ന് അന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞായിരുന്നു. അതൊന്ന് ഓർത്താൽ മതി. ഈ കേരളത്തെ വിഴുങ്ങുന്ന പലിശ രാജാക്കന്മാരിൽ പ്രമുഖൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതിന്. ജില്ലാ സെക്രട്ടറി അയക്കുന്ന കത്തുകൾക്ക് പോലും പി ശശിയുടെ നേതൃത്വത്തിലുള്ള ഈ ആഫീസിൽ ഒരു കീറക്കടലാസിൻ്റെ വില പോലും കിട്ടിയിരുന്നില്ല. പാർട്ടിക്ക് അതീതമായ ദൂഷിത വലയങ്ങളാണ് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്തിരുന്നത്. ഇതൊക്കെയാണ് സത്യമെന്നിരിക്കെ എല്ലാ കുറ്റങ്ങളും നമ്മുടെ പിണറായി വിജയൻ്റെ മേൽ കെട്ടിവയ്ക്കുന്നത് ഒട്ടും ശരിയല്ല, ഒട്ടും ന്യായമല്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ പല കാരണങ്ങളും, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർക്ക് വരെ ഉണ്ടായ മാറ്റങ്ങൾ, അവരുടെ അധികാരക്കൊതി, അവരുടെ സംഭാഷണത്തിലെ ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരം, അല്ലെങ്കിൽ ജനങ്ങളോട് അടുപ്പമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം, ഇതൊക്കെ LDFൻ്റെ പരാജയത്തിന് കാരണമായ കാര്യങ്ങളാണ്. ഇതിലൊന്നും നമ്മുടെ പിണറായി വിജയന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കുക? അദ്ദേഹം അറിയാതെ, പിണറായി വിജയൻ അറിയാതെ അദ്ദേഹത്തിൻ്റെ ആഫീസിൽ എന്തൊക്കെയോ നടന്നെന്ന്, ആരൊക്കെയോ അവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ സ്വാധീനിച്ചെന്ന് നമുക്കെല്ലാവർക്കും പിണറായി വിജയനെ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കാർക്കശ്യം, അദ്ദേഹം വിചാരിക്കുന്നതിനപ്പുറം ആ പാർട്ടിയിലോ അദ്ദേഹത്തിൻ്റെ ആഫീസിലോ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലോ ഒന്നും നടന്നിട്ടില്ല. ഒരു കാര്യം പോലും നടന്നിട്ടില്ല. അദ്ദേഹം ഒരു പ്രധാന കാരണമായിട്ട് പറയുന്ന ഈ ന്യൂനപക്ഷ പ്രീണനം, ആ നയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഹങ്കാരത്തോടെയും കാർക്കശ്യത്തോടും കൂടെയുള്ള പെരുമാറ്റം ആരുടേതായിരുന്നു? ധാർഷ്ട്യം കാട്ടിയത് ആരാണ്? ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹം അറിയാതെ പലതും ഈ ആഫീസിൽ നടന്നു എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത്? പിണറായി വിജയൻ വേറൊരു മണ്ടനായിരുന്നുവെന്ന് സ്ഥാപിക്കുകയാണോ? ഒരു മണ്ടനെ മുൻനിർത്തി മറ്റു ചില ആളുകൾ, CPI പോലുള്ളൊരു ഘടകകക്ഷി, പി ശശി പോലെയുള്ള ഒരാളിൻ്റെ നേതൃത്വത്തിലുള്ള ഓഫീസ്, ഇവരൊക്കെ എന്തൊക്കെയോ ചെയ്ത് ഈ LDFനെ കുഴിയിലാക്കിയെന്നാണോ? പാർട്ടി മാറ്റി നിർത്തിയിരുന്ന പി ശശി എങ്ങനെ തിരിച്ചു വന്നുവെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആരാ കൊണ്ടുവന്നത്? തിരികെ കൊണ്ടുവന്ന് ഈ താക്കോൽ സ്ഥാനത്ത് ഇരുത്തിയത് ആരാണ്? അത് CPIക്കാരല്ലല്ലോ, അത് CPMലെ മറ്റേതെങ്കിലും നേതാവല്ലല്ലോ, അത് MA ബേബി സഖാവോ MV ഗോവിന്ദൻ സഖാവോ അല്ലല്ലോ. MV ഗോവിന്ദൻ സഖാവിന് ചിലപ്പോൾ അതിലൊരു പങ്കുണ്ടാവും, ഈ കണ്ണൂർ ലോബിയുടെ കണക്ഷൻ. അതിനപ്പുറത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടെ ആ സ്ഥാനത്ത് ഇരുത്തിയത് ആരാണെന്നേ? പക്ഷേ ഇതിലൊന്നും പിണറായി വിജയൻ യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിക്കാനല്ലാതെ എന്താണ് തോന്നുക? എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏരിയ കമ്മിറ്റി വരെ പരാജയ കാരണങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. അവിടെയെല്ലാം വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയൻ്റെ നേർക്കാണ്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുടെ നേർക്കാണ്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ രീതികൾ, അദ്ദേഹം ഈ കേരളത്തോട് കാണിച്ച സമീപനം, ധിക്കാരം, ധാർഷ്ട്യം, അഹങ്കാരം, അഹന്ത, ഇതിൻ്റെയൊക്കെ നേർക്ക് ഓരോ അംഗങ്ങളും ഈ കമ്മിറ്റികളിൽ വിരലുയർത്തി സംസാരിക്കുക. അവിടെയൊക്കെ ഒപ്പം നടക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിനൊരു കാരണമാണ് എന്നുള്ളത്.
അദ്ദേഹത്തിന് ഒരാവശ്യവുമില്ലാതെ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളല്ലാതെ മറ്റൊരാളെ, അല്ലെങ്കിൽ ഗൺമാൻ അല്ലാതെ മറ്റൊരാളെ കയറ്റാത്തൊരു കാറാണ് അദ്ദേഹത്തിൻ്റെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറ്. അതിൽ കയറ്റിക്കൊണ്ടുവന്നു ആരെ? വെള്ളാപ്പള്ളി നടേശനെ. കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ, അതിൽ തന്നെ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിനെതിരെ മലീമസമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹം അതേ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തെ CPM എൻഡോഴ്സ് ചെയ്ത, പിണറായി വിജയൻ അംഗീകരിച്ച, കൂടെ കൊണ്ടു നടന്ന അദ്ദേഹത്തിൻ്റെ സമീപനവും പരാജയത്തിന് കാരണമായി എന്ന് പ്രവർത്തകർ എണ്ണി പറയുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ അംഗങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ആ പാർട്ടിയുടെ പരാജയത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് നടന്ന വീഴ്ചകളിലും സംഭവിച്ച തെറ്റുകളിലും ഉത്തരവാദിയെന്ന് പാർട്ടി ഏതാണ്ട് ഒന്നടങ്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു നേതാവിനെ സംരക്ഷിക്കുന്നതിനെ, ഒപ്പം ആരോപണം നേരിടുന്ന ഒരു വ്യക്തി ഇന്നിപ്പോൾ ഒരു ലേഖനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ തോൽവിയുടെ ഉത്തരവാദിയായ പിണറായി വിജയനെ അവരുടെ സംസ്ഥാന സമിതിയോ ജില്ലാ കമ്മിറ്റികളോ ഏരിയ കമ്മിറ്റികളോ, എന്തിന് പോളിറ്റ് ബ്യൂറോയോ പോലും ഇപ്പോൾ ന്യായീകരിക്കുന്നില്ല. പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിന് പോളിറ്റ് ബ്യൂറോയിൽ വോട്ടെടുപ്പ് വേണ്ടി വന്നു. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ അംഗങ്ങളും ബംഗാളിൽ നിന്നുള്ള ചില അംഗങ്ങളുമാണ് അദ്ദേഹത്തെ പിന്തുണച്ചത്. മറ്റ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അദ്ദേഹത്തെ പിന്താങ്ങാൻ തയ്യാറായില്ല. അദ്ദേഹം എല്ലാ പ്രതിപക്ഷ നേതാവ് ആവേണ്ടത് എന്ന ഉറച്ച നിലപാടിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ വിരലുകൾ ഉയരുന്നത് പിണറായി വിജയൻ്റെ നേർക്കാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കീഴ്ഘടകങ്ങളുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പരാജയ കാരണങ്ങൾ അന്തിമമായി വിലയിരുത്താൻ സംസ്ഥാന സമിതി ചേരുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കൂടെ ആ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. കാരണം ഇതുപോലൊരു അനാലിസിസ് മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പരാജയ കാരണങ്ങളെല്ലാം 100% ശരിയാണ്, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇതിലൊന്നും നമ്മുടെ പിണറായി വിജയൻ യാതൊരു പങ്കുമില്ല. അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല, നിഷ്കളങ്കനാണ്. അദ്ദേഹം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ കേരളത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ആ മട്ടിലാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ ന്യായീകരിക്കുന്നത്. കൂട്ടുകച്ചവടക്കാരനെ ന്യായീകരിക്കാതെ വഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. പറ്റുമെങ്കിൽ അടുത്ത സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഒരു പ്രത്യേക ക്ഷണിതാവായി വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ഈ അനാലിസിസ്, അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം, ഇതൊന്നും CPM കമ്മിറ്റികൾ ചർച്ച ചെയ്യുന്ന പോലെ അല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റേതായ ഈ സ്വതസിദ്ധമായ ഈ അനാലിസിസ് ഒന്ന് കേൾക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയന് പുതിയ എന്തെങ്കിലും പദവികൾ നൽകാനുണ്ടോ, MV ഗോവിന്ദനെ മാറ്റിയിട്ട് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറിയാക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. C കേശവൻ സാമൂഹ്യ നീതിക്കായി പോരാടിയ വിപ്ലവകാരി എന്ന കവർ ലേഖനം അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടൊപ്പം വന്ന യോഗനാഥത്തിൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിലാണ്. അതിൻ്റെ പത്രാധിപർ എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ വിശകലനം കുറിച്ചത് എന്നും കൂടി ഓർക്കേണ്ടതുണ്ട്. C കേശവൻ എവിടെ നിൽക്കുന്നു, വെള്ളാപ്പള്ളി നടേശൻ എവിടെ നിൽക്കുന്നു?